2025 സമസ്ത പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കണം? മനഃപ്പാഠമാക്കാനുള്ള സൂറത്തുകൾക്ക് പുറമേ വല്ല ദിക്റുകളും ദുആകളും പഠിക്കേണ്ടതുണ്ടോ? വരാൻ സാധ്യതയുള്ളവ ഏതൊക്കെ? എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നഷ്ടമാവുകയില്ല. മദ്രസയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഖുർആൻ പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെയായിരുന്നു എന്ന് ആദ്യമൊന്ന് വായിച്ചു നോക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു ആലിമ്രാനിലെ 166, 167 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെക്കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. ഇതാണ് ഖുർആനിൻ്റെ ചോദ്യം. 7ാം ക്ലാസ്സിന് ഈ പരീക്ഷയ്ക്ക് ഖുർആനിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം ഫാത്തിഹ മുതൽ നിസാ സൂറത്ത് വരെയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഏത് ആയത്തും നിങ്ങളെക്കൊണ്ട് ഓദിപ്പിക്കാം. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓതിക്കൊടുക്കുന്ന ആയത്തിന് മാർക്ക് ലഭിക്കുന്നത് ഏതടിസ്ഥാനപ്പെടുത്തിയാണ്? നിങ്ങൾ മഖ്റജ് ശ്രദ്ധിച്ചു ഓതുന്നുണ്ടെങ്കിൽ 20 മാർക്ക് ലഭിക്കും. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടേണ്ട സ്ഥാനമുണ്ട്. അവിടെ നിന്ന് തന്നെയാണോ നിങ്ങൾ അക്ഷരങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നത് എന്ന് ഓദിക്കുന്ന ഉസ്താദ് നോക്കുകയും കണക്കാക്കിയ മാർക്ക് നമുക്ക് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ അഹ്കാമുകൾ നിങ്ങൾ ഓതുമ്പോൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ 20 മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. സാക്കിനായ അഥവാ സുക്കൂനുള്ള നൂനിനും സുക്കൂനുള്ള മീമിനും തെൻവീനിനൊക്കെ വ്യത്യസ്തങ്ങളായ വിധികൾ വരുന്നുണ്ട്. ഇഖ്ഫാ, ഇത് ആമും ബി ഉന്ന, ബിലാ ഉന്ന, തഖ്ഫീം, തർക്കീക്ക് തുടങ്ങി അങ്ങനെ ഒരുപാട് വിധികൾ. അതുപോലെ തന്നെ ചില മദ്ദുകൾ നിർബന്ധമായും നീട്ടേണ്ട മദ്ദുകളുണ്ട്. ചിലത് നീട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നതെങ്കിൽ 20 മാർക്ക് കൂടെ നിങ്ങൾക്ക് നൽകും. അതേ പ്രകാരം തന്നെ ഹുസ്നു സൗത്ത്, നിങ്ങളുടെ ശബ്ദമാധുര്യവും അതേ പ്രകാരം തന്നെ ഓത്തിൻ്റെ സൗന്ദര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് 5 മാർക്കും, അതുപോലെ ഇബ്തിദാ, വഖഫ് എന്നീ 2 കാര്യങ്ങൾക്ക് 5 മാർക്കും. അഥവാ നിങ്ങൾ ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ ഔദു ബിസ്മി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ അവസാനം സദഖല്ലാഹുൽ അലിയുൽ അലീം എന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് 5 മാർക്കും ഓദിപ്പിക്കുന്ന ഉസ്താദ് നിങ്ങൾക്ക് നൽകും. ടോട്ടൽ 50 മാർക്കാണ് നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ലഭിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും നിയമാവലികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ട ഹിഫ്ളിൻ്റെ സൂറത്തും ഓതിക്കൊടുക്കേണ്ടത്. ചില കുട്ടികൾ ഖുർആൻ ഓതുമ്പോൾ എല്ലാ നിയമങ്ങളും വിധികളും മഖ്റജുകളും ഒക്കെ പരിഗണിച്ച് ഓതിക്കൊടുക്കും. എന്നാൽ ഹിഫ്ളിൻ്റെ ഉസ്താദ് ഓതിപ്പിക്കുന്ന സമയത്ത് ഉസ്താദിനെ പേടിച്ച് വേഗം മഖ്റജുകളും വിധികളൊന്നും ശ്രദ്ധിക്കാതെ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ ഹിഫ്ളിൻ്റെ മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹിഫ്ള് ഓതിക്കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഹിഫ്ളിൻ്റെ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. മേൽ പ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക എന്ന ചോദ്യത്തിന് താഴെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. സൂറത്തുൽ വാഖിയയിൽ നിന്ന് 9 മുതൽ 16 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓതിക്കൊടുക്കുക. ഓതിക്കൊടുത്താൽ നമുക്ക് 30 മാർക്ക് ലഭിക്കും. ഈ പരീക്ഷയ്ക്ക് വാഖിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് 37 ആയത്തുകളാണ്. എല്ലാ ആയത്തുകളും കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ എവിടുന്ന് ഹിഫ്ള് പരീക്ഷയ്ക്ക് ഓതാൻ ആവശ്യപ്പെട്ടാലും ആയാസം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതിക്കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് 37 ആയത്തും എല്ലാവരും പഠിച്ചിരിക്കുക. ഓതുമ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെ ഓതിക്കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അത്തഹിയാത്ത് ദുആയിൽ നിന്ന് വമാ അഗ്ലന്തു മുതൽ ദജ്ജാൽ വരെ അഥവാ മസീഹി ദജ്ജാൽ വരെയുള്ള ആ ദുആ പറഞ്ഞു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് മാർക്ക് കൊടുത്തിട്ടുള്ളത് 20 മാർക്കാണ്. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, സൂറത്തുൽ വാഖിയ കാണാതെ പഠിക്കുന്നതിന് പുറമേ നമ്മൾ ഫിഖ്ഹിൽ മുന്നേ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ദിക്റുകളും ദുആകളും ചോദിക്കും. അതിന് 20 മാർക്കും ഉണ്ട് എന്ന കാര്യം മനസ്സിലായി.
നിങ്ങൾ ഈ കാണുന്നതെല്ലാം നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ദിക്റുകളും ദുആകളുമാണ്. ബാങ്ക്, ഹയ്യാലകളിൽ ഹയ്യാലു സ്വലാ ഹയ്യാലുൽ ഫലാ, സുബഹ് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഇഖാമത്ത് ഖദ് ഖാമത്തി സ്വലാ ഖദ് ഖാമത്തി സ്വലാ, ഇവകളൊക്കെ പറയുമ്പോൾ ചൊല്ലാനുള്ള ദിക്റുണ്ട്. ബാങ്കിൻ്റെ പൂർണ്ണ രൂപം ചോദിക്കാം. ബാങ്കിൻ്റെ ശേഷമുള്ള വലിയ ദുആ ഉണ്ട്. വുളൂഇന് ശേഷമുള്ള ദുആ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേ പ്രകാരം തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആവുമുണ്ട്. കുനൂത്ത്, അത്തഹിയാത്ത്, സ്വലാത്ത്, അതുപോലെ തന്നെ ഈ ചോദിച്ച ദുആ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്ന അവസാനത്തെ നിസ്കാരത്തിലുള്ള ആ ദുആ, അതേ പ്രകാരം തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ദിക്റുകൾ അഥവാ വജ്ജഹ്തു, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല് എന്നിവയിലൊക്കെ ചൊല്ലാനുള്ള ദിക്റുകൾ തുടങ്ങിയ ദിക്റുകളും അതുപോലെ തന്നെ ദുആകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ഓരോരുത്തർക്കും ഓർമ്മയുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉണർന്നാൽ ഇതൊക്കെ നമ്മൾ പഠിച്ച ദിക്റുകളാണ്, ശ്രദ്ധിക്കുക. നമസ്കാരത്തിൽ ചെല്ലുന്ന വജ്ജഹ്തു, റുകൂഇൽ ചെല്ലേണ്ട സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അതേ പ്രകാരം തന്നെ ഇഅ്തിദാലിൽ ചൊല്ലേണ്ട റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന സുജൂദിലെ ദിക്ർ, അപ്രകാരം തന്നെ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലുന്ന റബ്ബി ഗഫിർലി വർഹംനി എന്ന ദിക്ർ, അതുപോലെ തന്നെ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന അത്തഹിയാത്ത്, അതേ പ്രകാരം തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ തുടങ്ങുന്ന അതും, അതേ പ്രകാരം തന്നെ നമ്മൾ ഈ പരീക്ഷയിൽ ചോദിച്ച അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു, നിങ്ങൾ കണ്ടില്ലേ വമിൻ ഫിത്നതിഹി മസീഹ് ദജ്ജാൽ എന്ന്. അതുപോലെ തന്നെ കുനൂത്ത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്ന കുനൂത്ത്, ഇതൊക്കെ നിസ്കാരത്തിലെ ദിക്റുകളാണ്. ഇതൊക്കെ ഓർമ്മയുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് എന്നുകൂടെ ഉണർത്തുന്നു.